അങ്ങേയറ്റത്തെ ഗുണം ചെയ്യുന്നവൻ, എല്ലാ ഗുണത്തിന്റെയും ഉടമസ്ഥനായ, എല്ലാറ്റിന്റെയും അധിപനായ പടച്ചവൻ മാത്രമേ അങ്ങേയറ്റത്തെ ഗുണം ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് അവന് മാത്രമേ അങ്ങേയറ്റത്തെ ആദരവ്, അങ്ങേയറ്റത്തെ ബഹുമാനമായ ഇബാദത്ത് നിർവഹിക്കാൻ അധികാരമുള്ളൂ. അവന് മാത്രമേ അവകാശമുള്ളൂ. ഇതാണ് സഹോദരന്മാരെ നാം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ ഇല്ല എന്ന് പറയുന്ന ആ തൗഹീദിന്റെ കലിമത്ത് അറിയിക്കുന്നതും ഇതാണ്. പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. ഓ നബിയേ, അങ്ങേക്ക് മുമ്പ് ഒരു റസൂലിനെയും നമ്മൾ അയച്ചിട്ടില്ല. എല്ലാ റസൂലുമാർക്കും നമ്മൾ കൊടുക്കുന്ന സന്ദേശം ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ ആരാധനക്കർഹൻ ഇല്ല, ഫഅ്ബുദൂൻ, അതുകൊണ്ട് നിങ്ങൾ എന്നെ തന്നെ ആരാധിക്കുകയും. ഇതിനെതിരായിരുന്നു അബൂജഹൽ, ഉത്ബത്ത്, ശൈബത്ത്, ഫിർഔൻ, നമ്രൂദ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറെ ആളുകൾ. അവർക്ക് ഈ ആശയം അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അവരെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഖുൽ, പറയൂ നബിയേ, അഫഗൈറല്ലാഹി തഅ്മുറുനി അഅ്ബുദു അയ്യുഹൽ ജാഹിലൂൻ. ഓ വിവരം കെട്ടവരേ, നിങ്ങൾ അല്ലാഹു അല്ലാത്ത മറ്റൊന്നിനെ ആരാധിക്കാൻ എന്നോട് കൽപ്പിക്കുകയോ? അത് അംഗീകരിക്കാൻ എനിക്ക് സാധ്യമല്ല. ഇനി സഹോദരന്മാരെ, ഞാനൊന്നുകൂടി പറയട്ടെ, ആ മുശ്രിക്കുകൾക്കുണ്ടായിരുന്ന ശിർക്ക്, അത് അല്ലാഹു അല്ലാത്തതിന് ആരാധന നിർവഹിച്ചു എന്നതാണ്. ഖുർആൻ തന്നെ പറയട്ടെ, വലഖദ് ഊഹിയ ഇലൈക വഇലൽ ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക. ഓ നബിയെ, തങ്ങൾക്കും സന്ദേശം നൽകി, തങ്ങളെ മുമ്പുള്ള നബിമാർക്കും സന്ദേശം നൽകി, നിങ്ങളെങ്ങാനും ശിർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, അഥവാ പടച്ചവന് മാത്രം അർഹതപ്പെട്ട ഒരു വിഷയത്തിൽ മറ്റൊന്നിനോ മറ്റൊരുത്തർക്കോ കൂറുണ്ടെന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ, അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ട ഒരു കാര്യം മറ്റുള്ളതിന് വകവെച്ചു കൊടുത്താൽ, ലയഹ്ബതന്ന അമലുക, നിങ്ങളെ പ്രവൃത്തി അങ്ങനെ തന്നെ പൊളിഞ്ഞു പോകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നിങ്ങൾ നഷ്ടപ്പെട്ടവരിൽ പെട്ടുപോകും. അതുകൊണ്ട് എന്ത് വേണം? ബലില്ലാഹ ഫഅ്ബുദ്, അല്ലാഹുവിനെ മാത്രം നിങ്ങൾ ആരാധന നടത്തുക. വകും മിനശ് ശാകിരീൻ, നിങ്ങൾ നന്ദിയുള്ളവരിൽ ഉൾപ്പെടുക. അപ്പൊ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് പറഞ്ഞപ്പോൾ അബൂജഹൽ അത് അംഗീകരിച്ചില്ല. ഖുർആൻ തന്നെ പറയട്ടെ, ഇന്നഹും കാനൂ ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹു യസ്തക്ബിറൂൻ. അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ല എന്ന് പറയുമ്പോ അതാ അബൂജഹൽ അംഗീകരിക്കുന്നില്ല, ഉത്ബത്ത് അംഗീകരിക്കുന്നില്ല, ശിർക്കന്മാർ ആരും തന്നെ അംഗീകരിക്കുന്നില്ല. അവർ അഹങ്കാരം നടിക്കുകയാണ്. വയഖൂലൂന അഇന്നാ ലതാരികു ആലിഹത്തിനാ ലിശാഇരിൻ മജ്നൂൻ. ഈ പാട്ടുകാരനായ മുഹമ്മദ്, ആ മുഹമ്മദിന്റെ വാക്ക് കേട്ടിട്ട് നമ്മുടെ ദൈവങ്ങളെയൊക്കെ നമ്മൾ കയ്യൊഴിക്കാനോ എന്നായിരുന്നു അവർ പ്രതികരിച്ചിരുന്നത് എന്ന് ഖുർആൻ പറയുന്നു. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ആശയം, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ല എന്ന് പറയുന്ന ആശയം, അത് അംഗീകരിക്കാതിരിക്കുന്നതാണ് ശിർക്ക്. സഹോദരന്മാർ ചിന്തിക്കൂ, ഇത് ഖുർആൻ വ്യക്തമായി പറയും. ഇതുകൊണ്ട് തന്നെ ഖുർആൻ ധാരാളം ആയത്തുകളിൽ അത് തന്നെ പറയുന്നു, വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ. അല്ലാഹുവിന്റെ കൂടെ മറ്റൊരാരാധ്യനെ ആരാധിക്കാത്തവരാണ്, മറ്റൊരു ഇലാഹാണ്, മറ്റൊരു ഇലാഹിനെ, മറ്റൊരു ആരാധ്യനെ വിളിക്കാത്തവരാണ്. അവരാണ് സത്യവിശ്വാസികൾ, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാർ. അതുപോലെ ആരെങ്കിലും അല്ലാഹുവിന്റെ കൂടെ വേറൊരു ആരാധ്യനെ ആരാധിച്ചാൽ, അല്ലെങ്കിൽ മറ്റൊരാരാധ്യനെ വിളിച്ചാൽ, അതിനൊരു തെളിവും ആർക്കും ഇവിടെ പറയാനില്ല. ഇവിടെ ലോകത്ത് ആരാധിക്കപ്പെടാൻ, എവിടെയും ആരാധിക്കപ്പെടാൻ അല്ലാഹുവല്ലാതെ അർഹനില്ല. ഇത് പഠിപ്പിക്കുന്ന ആയത്താണ് ഇയ്യാക നഅ്ബുദു. അല്ലാഹുവേ, നിനക്ക് മാത്രം ഞങ്ങൾ ആരാധന നിർവഹിക്കുന്നു.